പ്രിയ പാഷൻ റിലാക്സേഷനിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ദുബായ് അക്വേറിയം ആൻഡ് അണ്ടർ വാട്ടർ സൂ ആണ്. ഒരുപാട് ഫിഷ് വെറൈറ്റീസ്, വലുതും ചെറുതുമായിട്ട് ഒരുപാട് ഐറ്റംസ്, പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഷാർക്ക്, പിന്നെ ഡിഫറെൻറ്റ് റേസ്, സോ ഫിഷ്, അങ്ങനെ പല 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 സാധനങ്ങളുണ്ട്. ഇതിനകത്ത് ഒരു 25 ഇയർ ഉള്ള റേ ഫിഷ് ഉണ്ട്, അതും കാണാം. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. ഇത്തിരി ലെങ്തി ആയിരിക്കും, കംപ്ലീറ്റ് ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ ഇത്ര ലെങ്ത് അല്ലാണ്ട് പറ്റുന്നില്ല വീഡിയോ. മാക്സിമം ഞാൻ കട്ട് ഷോട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്, എങ്കിലും കാണാൻ ശ്രമിക്കുക ഫുള്ളായിട്ട്. ഇതിൻ്റെ ഇതൊക്കെ വലിയ സൈസാണ് ആക്ച്വലി. നമുക്കത് ഈ വീഡിയോയിൽ എത്രത്തോളം ഇമാജിൻ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല, എനിക്കത് എത്രത്തോളം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് ക്ലിയർ അല്ല. പക്ഷേ ഇതൊക്കെ വലിയ ഹ്യൂജാണ് ആക്ച്വലി. അത്രയും വലുപ്പത്തിലാണ് ഇതിനകത്തുള്ളത്. അതും വളരെ നീറ്റായിട്ട് ഇവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. വീഡിയോയുടെ എൻഡിലോട്ട് ഒരു വലിയൊരു ക്രോക്കഡൈലും ഉണ്ട്. അത്രയും വലുപ്പത്തിലുള്ളൊരു ക്രോക്കഡൈൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എല്ലാവരും വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. വെക്കേഷൻ ടൈമാണ്. കുട്ടികൾക്കൊക്കെ, ചെറിയ കുട്ടികൾ വീട്ടിലുണ്ടെങ്കിൽ അവർക്കും ഈ വീഡിയോ ഇട്ട് കാണിച്ചു കൊടുക്കുക. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫിഷസ് എന്തൊക്കെയാണെന്ന് അവർ മനസ്സിലാക്കട്ടെ. എനിക്ക് സർപ്രൈസിംഗ് ആയിട്ട് വേണ്ടി ഒരു വലിയ സർപ്രൈസും കൂടി ഈ വീഡിയോയിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്. സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കണ്ടു നോക്കൂ എന്താണെന്ന്. അധിക സമയം കളയാതെ നമുക്ക് വീഡിയോയിലിട്ട് പോവാം. ദുബായ് മോളിനകത്താണ് ഈ അക്വേറിയം. നമ്മളപ്പോൾ ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോൾ ഒരു ചെറിയ പോർഷൻ നമുക്കിങ്ങനെ കാണാൻ പറ്റും. വലിയ ഗ്ലാസ്സിനകത്ത് ഫിഷസ് ആയിട്ട് ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഫുൾ വ്യൂ വേണമെങ്കിൽ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട്, എൻട്രി എടുത്തിട്ട് വേണം പോവാൻ. അപ്പോൾ അവിടെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാൻ ഒരു സ്റ്റാഫൊക്കെ ഉണ്ട്. അതിൻ്റെ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തു തരും ആവശ്യമുണ്ടെങ്കിൽ. ഭീമന്മാരും കുഞ്ഞന്മാരും എല്ലാം ഉണ്ട്. പിന്നെ ഒരു കാര്യം നോട്ടീസ് ചെയ്ത്, നമ്മൾ മറ്റേ ഡോക്യുമെൻ്ററിയിലൊക്കെ കണ്ട പോലെ ഇവിടെയും ഈ ഒരേ ടൈപ്പിലുള്ള ഫിഷസൊക്കെ ഒന്നിച്ചാണ് ട്രാവൽ ചെയ്യുന്നത്. അവർ ഒന്നിച്ചാണ് സ്വിം ചെയ്ത് മൂവ് ആവുന്നത്. ഈ വലിയ വലിയ ഷാർക്കൊക്കെ ഇങ്ങനെ വരുമ്പോൾ ഈ കൊച്ചു കൊച്ചു മീനുകളൊക്കെ ഇതുപോലെ ഇങ്ങനെ ഗ്രൂപ്പായിട്ട് ഇങ്ങനെ മൂവ് ചെയ്തങ്ങ് മാറിപ്പോവുകയാണ്.
ഈ അക്വേറിയം മാളിനകത്താണെന്ന് പറഞ്ഞില്ല, അപ്പോൾ ഓപ്പോസിറ്റ് സൈഡിൽ ഷോപ്സിൻ്റെ റിഫ്ലക്ഷൻസ് ആണ് ഇതിൽ കാണുന്നത്. അത് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നില്ല റെക്കോർഡ് ചെയ്യുമ്പോൾ. പ്ലീസ് എക്സ്ക്യൂസ് മീ ഫോർ ദാറ്റ്. പുറത്തുനിന്നുള്ള കാഴ്ചകൾ കണ്ടതിന് ശേഷം നമ്മളിത് ഒരു ടണലിലേക്ക് കയറിയിരിക്കുകയാണ്. ടണലിൽ നിറയെ മേലെയൊക്കെ വെള്ളമാണ്. അപ്പോൾ അതിലൂടെയൊക്കെ ഫിഷസ് ഇങ്ങനെ സ്വിം ചെയ്തുകൊണ്ട് പോകുന്നുണ്ടാവും. നല്ല വലിയ വലിയ ഫിഷസൊക്കെ അതിനകത്തുണ്ട്. അതിനിടയിൽ ഇതാ വേറൊരു കാഴ്ചയാണ്, ഒരു മത്സ്യകന്യകീത സ്വിം ചെയ്ത് നീങ്ങുകയാണ്. ബ്യൂട്ടിഫുൾ മൂവ്മെൻറ്റ്സോടുകൂടെ അത് അവളതാവും സ്വിം ചെയ്ത് അങ്ങനെ നീങ്ങി ഉള്ളിലേക്ക് പോയി. She's too old, so she wants to rest. It's 25 years. Oh, wow. 25. 25 years? Yeah. 25-year-old. Her name is Sheena. ഷീന. Sheena. I'm from Australia. Is she shark? No, it's a sawfish. It's a ray. What is this? Yeah, this one. No, this one. They use to swim. One in the ocean. Then the one uses to feed the fishes. They just get after that they eat. They just the fishes. That's ശരിക്കും പറയുന്നത് വെച്ചാൽ എങ്ങോട്ടാണ് നോക്കേണ്ടത് തിരിയുന്നില്ല. വലുതും ചെറുതുമായ പലതും തലേൻ്റെ മേലെ കൂടിയോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. പറ്റുന്ന പോലെയൊക്കെ റെക്കോർഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. വന്നത് തന്നെയാണോ പിന്നെയും വരുന്നു അതും മനസ്സിലാവുന്നില്ല. ഓ നോക്കി അതിൻ്റെ വലിപ്പം. ഇനി അണ്ടർ വാട്ടർ സൂവിലേക്കുള്ള യാത്രയാണ്. അവിടെ എൻട്രൻസിൽ ഒരു വലിയ
ഫിഷിൻ്റെ ഒരു സ്റ്റാച്ചു ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇതിൽ ക്യാമറയിൽ പിടിക്കാൻ എനിക്ക് പറ്റിയില്ല, അത്രയും ഹ്യൂജാണത്. ഇതിൽ മാക്സിമം ആവറേജ് ടു സ്മോൾ സൈസിലുള്ള ഫിഷസ് ആണ്, പല തരത്തിലുള്ള ഓർണമെൻ്റൽ ഫിഷസ് ആണ്. ഇതൊരു ഓട്ടറാണ്, ഒന്നല്ല 2-3 ഓട്ടേഴ്സ് ഇങ്ങനെ ഒട്ടി അവിടെ കിടപ്പുണ്ട്. ഇതാ അവർ ഉറക്കാമെന്ന് തോന്നുന്നു. ഇവിടെ ഇൻറ്റീരിയർ അട്രാക്റ്റീവായിട്ട് തന്നെ ഇവർ ചെയ്തിട്ടുണ്ട്. കുറേ നാച്ചുറൽ പ്ലാന്റ്സ് ഉണ്ട്, കൂടാതെ നിറയെ നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വാട്ടറാണ്. പിന്നെ ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സും ഒരുപാടുണ്ട്, റോക്സും ഒക്കെ ആയിട്ട്. ആ ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സൊക്കെ കാണുമ്പോൾ നേച്ചറിലെല്ലാം നമുക്ക് തോന്നിയില്ല, അത്രയും നേച്ചറോട് മേജ് ചെയ്ത് കിടക്കുന്ന തരത്തിലുള്ള ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സും ട്രീസൊക്കെയാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. ഗ്ലാസ്സൊക്കെ ആണെങ്കിൽ അതുപോലെ ക്ലീനാക്കി വെച്ചിരിക്കുകയാണ്, ക്രിസ്റ്റൽ ക്ലിയർ ആണ്. വെള്ളവുമൊക്കെ ഇതൊക്കെ എപ്പോഴും മെയിൻ്റനൻസ് ആവശ്യമുള്ള കാര്യമാണല്ലോ, നീറ്റായിട്ട് അവർ വെച്ചിട്ടുണ്ട്. എനിക്ക് വേണ്ട അമ്മ പറഞ്ഞിട്ടുണ്ട്, അറിയാത്ത ആൾക്കാരുടെ അടുത്ത് നിന്ന് ഒന്നും വാങ്ങിച്ച് കഴിക്കരുത് എന്ന്. ഒരു കൊച്ചുകുട്ടിയുടെ അതുപോലുള്ളൊരു ആക്ഷൻ പോലെ തോന്നി എനിക്ക് ആ ഫിഷിൻ്റെ കളി കണ്ടപ്പോൾ. നല്ലൊരു ബ്യൂട്ടിഫുൾ കോമ്പിനേഷൻ. ഗ്രീൻ, അതിൻ്റെ മുന്നിൽ ബ്ലൂ, റെഡ് ആൻഡ് സിൽവറിലുള്ള കളറിലുള്ള സ്മോൾ ഫിഷസ്, അട്രാക്റ്റീവ്. ഇതാണ് ഞാൻ പറഞ്ഞ സർപ്രൈസ്. ഇതൊരു വെൽക്കമിങ് സ്പീച്ചാണെന്ന് തോന്നുന്നു പുള്ളിയുടെ വക.
കുറേ പെൻഗ്വിൻസ് ഉണ്ടായിരുന്നു. അവർ വളരെ ക്വിക്കായിട്ട് വന്ന് പെട്ടെന്ന് ഡൈവ് ചെയ്ത് കുറേ നേരം സ്വിം ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ്മെൻറ്റ്സ് ആയിരുന്നു. എല്ലാവരും കൂടെയും ഒറ്റക്കൊറ്റക്കായിട്ടും അങ്ങനെ കണ്ടിന്യൂസ്ലി ഡൈവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, സ്വിം ചെയ്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നല്ലൊരു എൻ്റർടൈനിങ് ആയിട്ടുള്ള സംഭവമായിരുന്നു ഈ പെൻഗ്വിൻ്റെ സൈറ്റ്. അവിടെ നിന്ന് പോകാനേ തോന്നുന്നുണ്ടായിരുന്നില്ല. കുറേ നേരം അവിടെ തന്നെ നിന്നു. അതിനു കൂടെ തന്നെ അവരും അതുപോലെ എല്ലാവരും കൂടെ ഡൈവ് ചെയ്ത് സ്വിം ചെയ്ത് കളിക്കുകയായിരുന്നു. ഇത് കണ്ടപ്പോൾ എനിക്ക് ഫൈൻഡിങ് നീമോയിലുള്ള ആ ഫിഷിനെ ഓർമ്മ വന്നത്. ഈ ഒരു സ്പെഷ്യൽ ചേമ്പറിൽ കുറേ ഡിഫറെൻറ്റ് കളേഴ്സിലുള്ള കോറൽ റീഫ്സ് ഉണ്ട്. അതിൻ്റെ കൂടെ ഇവർ ബേബി ഫിഷ്, അതായത് ഫ്രൈസിനെയാണ് ഇട്ടിട്ടുള്ളത്. അതായത് 3 weeks to 3 months വരെയുള്ള ഏജിലുള്ള ഫിഷ് ബേബീസ് ഫ്രൈസിനെയാണ് ഇവിടെ വെച്ചിട്ടുള്ളത്.
നല്ല സ്പൈനി. ദുബായ് അക്വേറിയത്തിൻ്റെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കാൻ പോവുകയാണ്. ദുബായ് ട്രിപ്പിൻ്റെ ബാക്കി വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യാം. കാണാത്തവർ പോയി കാണാം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഷെയർ അമംഗ് യുവർ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ്. ലൈക്ക് ആൻഡ് കമൻറ്റ്. താങ്ക്സ് ഫോർ വാച്ചിങ്.